അയ്യോ സിജി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാനിവിടെ നിൽക്കുകയായിരുന്നു. ആ എൻട്രൻസ് വഴി കയറുന്നത് കാണാൻ വേണ്ടി. ഷൈനി ഇത് വഴി വരാം. എന്നാ ക്രൗഡിൽ കയറിയ പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് ഫേസ് ഒന്നും അറിയാനേ. അതാ ഞാൻ ആ ബാക്ക് ലൈനിൽ കൂടെ ചേട്ടൻ വാ. അല്ല ഇവിടെ വന്ന ഉടനെ തന്നെ ബസിന്റെ ഫോട്ടോ എടുത്താൽ കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. അതെ അതെ, കാരണം എന്നാ വെച്ചാലേ നമ്മള് ലൊക്കേഷൻ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് പറഞ്ഞപ്പോഴാണ് അവർക്കെല്ലാം ക്ലിക്ക് ചെയ്തത്. ഇവർ ഈ പറയുന്ന ബോട്ടിന്റെ ആൾക്കാർ തന്നെ ഇത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കടവില്ലെന്ന് പറഞ്ഞ ഒരു പരിപാടി ഇവർക്ക് അറിയത്തില്ല. അവന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയാം, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാവരും പുറത്തുനിന്നുള്ളവരാ, താങ്ക് അവരോട് ദേഷ്യപ്പെട്ട കാര്യമുണ്ടോ? ഈ ഗ്രൂപ്പ് അച്ഛന്മാരുടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ. അച്ഛോ ഗുഡ് മോർണിംഗ്. അച്ഛന് ഏത് മല്ലപ്പള്ളി തിരുവല്ല. മലപ്പള്ളി. ഞങ്ങളും തിരുവല്ലക്കാരാണ്. ഞങ്ങൾ പുറത്തുനിന്ന് വന്നു വരും. അപ്പോൾ എക്സ് അബുദാബിക്കാരാണ്. ആണ്, ഞങ്ങൾ എവിടെയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ പഴയ ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ മലപ്പള്ളി നെടുങ്ങാൽപ്പള്ളിക്ക് അടുത്ത കറുകച്ചാലും ഒക്കെയാണ്. ഓക്കെ അച്ഛാ, കാണാം, പരിചയപ്പെടാൻ പറ്റും. മനസ്സിലായി. ഇതാ ജീപ്പ് ചങ്ങനാശ്ശേരി അല്ലേ? തന്നെയുള്ളോ? എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രൂപ്പുകാരുടെ കൂടെ തോന്നുന്നല്ലേ? അല്ല, അച്ഛനെ പരിചയമുണ്ടോ? ഓ ഇല്ല, ഇത് കയറി പരിചയപ്പെട്ടു. അച്ഛൻ മലപ്പള്ളി എന്നുള്ള വേറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ആ ഇവിടെ വന്നു. ഹലോ, അറിയോ? ഡാനിയൽ റോച്ചന്റെ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ഹലോ, എന്നെ മനസ്സിലായോ? ഞാൻ പണ്ട് ആ കിടക്കയിൽ ബെഡിലൊക്കെ കിടന്നോ. പിന്നെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ അങ്കിളിനെ എനിക്ക് അങ്കിളിനെയും നല്ല ഓർമ്മയുണ്ട്. മനസ്സിലായി. ഞങ്ങള് നേരത്തെ ഇറങ്ങി. എന്തിനാ നേരത്തെ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നേരത്തെ ഇറങ്ങി, നീ താമസിക്കണ്ട. ഇവിടെ വന്നപ്പോ ഇഷ്ടം പോലെ ആളുകളെ ഞങ്ങള് തിരുവല്ല ചങ്ങനാശ്ശേരി ഇത് പുളി ഹൈവേ കൂടെ. ബാബങ്ങൾ എങ്ങനെയാ വന്നേ? ബൈ ബസ്സാണോ ബൈ കാറ് പോന്നോ? കാറി വന്നു തന്നെ ഉള്ളോ? ഓ, ഞാൻ രാവിലത്തെ മഴക്കാറ് കണ്ട് ഞാൻ ബൈക്ക് ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഞാൻ ബൈക്കിലേ വരുള്ളൂ. എനിക്കൊരു റൈഡ് വേണമായിരുന്നു കോട്ടയം ബാരിശ്ശേരിക്ക്. അല്ലെങ്കിൽ ഇപ്പോഴോ? അല്ല, 5 മണിക്ക് നമ്മൾ പ്രോഗ്രാം. എനിക്ക് 8 മണിക്ക് ട്രെയിനുണ്ട്. കാരണം എനിക്ക് ബാഗ് അവിടെ ഇരിക്കുന്നത് കോട്ടയത്ത് വാരിശ്ശേരിയിലെ മോൻ്റെ അവിടെ നിന്ന്. സൈഡിൽ എവിടെയും വിട്ടാലും മതി, ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോയ്ക്ക് കുഴപ്പമില്ല. അവരെ ഞാൻ പിന്നെ കണ്ടു, നമ്മുടെ ജോബിയൊക്കെ. ഞാനവിടെ മറ്റേ അവര് പോയത് വീടുണ്ട്. അവിടെ കൊല്ലത്തു നിന്നുള്ളവരെ. അവരുടെ അച്ഛൻ മരിച്ചു. അതെ അതെ. അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മോന് ഓടി വന്നു. ഞാൻ അന്ന് വീട്ടിൽ വന്ന സാജൻ അറിയാവോ? നമ്മുടെ യൂസഫ് അലി ആദ്യമായിട്ട് കപ്പലിൽ പോയില്ലേ അബുദാബിക്ക്? ആ കപ്പലിലെ പാസഞ്ചറാണ് ബാബുച്ചാൻ. ഞാൻ ആ ബാബുച്ചാൻ്റെ സ്റ്റോറി എടുത്തപ്പോഴാണ് ബാബുച്ചാൻ പറയുന്നത് ആ കപ്പലിലെ സെയിം പാസഞ്ചറായിരുന്നു എന്നുള്ളത്. ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നിട്ട് യൂസഫ് അലി ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതൊക്കെയാണ്. ബട്ട് ഡിഡിന്റ് ഹാപ്പൻ. അതാണ് ഞാൻ യൂസഫ് അലിയെ സന്ദർശിക്കാനുള്ള പല നമുക്ക് അന്ന് താനുള്ള പുള്ളിയുടെ മരുമോൻ പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുപോകാം, നമ്മൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതെ അതെ. ഗാർഡനിങ് പരിപാടി എന്തുകൊണ്ട് ചോളമേ? മക്കളൊക്കെ മോളെ
മോനും മറ്റേ എല്ലാവരും അവിടെ. അവിടെ തന്നെ ആ ഞങ്ങളുടെ അവിടെ നിങ്ങൾ രണ്ടോ വന്നിട്ടുണ്ടോ? എല്ലാം അടുത്തടുത്ത നെയ്ബർഹുഡൊക്കെ സെയിം. നിങ്ങൾ യു കെക്കൊക്കെ പോയോ? എന്നാലും ഒന്ന് കറങ്ങി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാമച്ചാ ഇതുവഴി വാ. ഓട്ടോ ഉണ്ടോ ഇന്ന്? ആ പക്കയിലെയോ? ഷൈനി ഇവിടെ മുറുക്കി പിടിച്ചോണേ. ഒരു സെക്കൻഡ്. 2 1. താങ്ക് യു. എൻ്റെ ടിക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? Yeah. ഇത് ടൈറ്റാനിക്കാ. മാമച്ച വെൽക്കം ബോട്ട്. ആയിരുന്നു എനിക്കറിയാം, കാരണം ഞങ്ങളെ ബാഗ് വാങ്ങിക്കാൻ. താങ്ക് യു. ഇല്ല പോരാ. എല്ലാരും കൂടെ ഒരിടത്ത് അസംബിൾ ചെയ്യും. അല്ലാതെ ജോളമ്മ ജോൺസൺ എറണാകുളപ്പള്ളി. താങ്ക് യു. ഇപ്പം ഹൗസ് വൈഫ്. ഓമന എലിസബത്ത് കോശി ട്രിവാൻഡ്രം. അബുദാബിയിൽ നിന്ന് 2015. എലിസബത്ത് ജോർജ് തിരുവനന്തപുരം. അബുദാബിയിൽ വന്ന് 2 വർഷമായി. സാറേ ഒന്നുകൂടെ. ഡാനിയൽ ജോർജ്. ബാബു തോമസ്.
മെജോ മെജോ നാട്ടിലെ ലീവിനാണോ? മെജോ കോമല്ലൂർ. ലീവിന് വന്നാണോ? ആ ഞാൻ നാട് സാജൻ പത്തനംതിട്ട. എന്നാ അബുദാബിയിൽ നിന്ന് വിട്ടു പോകുന്നത്? അബുദാബിയിൽ നിന്ന് വിട്ടിട്ട് 2004 പക്ഷെ ദുബൈയിൽ On and off. കഴിഞ്ഞപ്പം 2022 പോകും. ട്രാൻഡ്രം. ഇപ്പം എന്ത് ചെയ്യുന്നു? സൺഡേ സ്കൂൾ? നോ സൺഡേ സ്കൂൾ. ഓ ഓ സിജി എറണാകുളം. ഷൈനി പേരെന്ന് പറഞ്ഞാൽ ഷൈനി സെന്നി. അടുത്ത ആഴ്ച നീ എന്റെ ഭാര്യയെ കൊണ്ടുവരണം. Baby, what is your name? What's your name? Oh, you are standing. Oh, you can do both. Okay. That's awesome. Mole, baby. ക്രിസ്റ്റീന. Oh, you are here. അന്നമ്മ സോളമൻ. എവിടെയാ താമസം? ജ്ഞാനമണി. താമസം? താമസം ഇപ്പം താമസിക്കുന്നത് കോമല്ലൂര്. ഉഷ കോട്ടയത്താണോ? കോട്ടയത്ത്. കുഞ്ഞുഞ്ഞമ്മ ചച്ചമ്മ മാറ്റി അറിയാം. ഓഫീസ്. മലപ്പള്ളിയാണോ? എന്തോ മലപ്പള്ളിയാണോ? അല്ല, മലയില് പെണ്ണിക്കാട്ട് മലയില് തിരുമേനിയുടെ ഒക്കെ. സൂസൻ. അബുദാബിയിൽ ആരുണ്ട് ഇപ്പം? അബുദാബിയിൽ ആരുമില്ല. ദുബൈയിലെ മോളും മോന്. മോടെ പേര്? സുമൻ. സുമൻ. റെനി. റെനി എന്നാ അബുദാബിയിൽ പോകുന്നത്? 2018 എവിടെ ഇപ്പം താമസിക്കുന്നത്? എറണാകുളത്ത്. ആലപ്പുഴ. സാറ് പറഞ്ഞു എന്നാ അബുദാബിയിൽ പോകുന്നത്? അബുദാബിയിൽ നിന്ന് വന്നതോ 2001. അവിടെ എവിടെയായിരുന്നു ജോലിയൊക്കെ? അബുദാബി ബിസിനസ് ആണ്? അവിടെ അല്ല, ആം ഫോഴ്സസ് ഓഫീസേഴ്സ് ക്ലബ് അൽമസൗദ്. എൻ്റെ പേര് റീമോൾ എബ്രഹാം. ട്രിവാൻഡ്രത്ത്. എന്ത് ചെയ്യുന്നു? ഇപ്പോൾ റിട്ടയർഡ്. വീട്ടിൽ തന്നെയാണ്? എബ്രഹാം ഞാൻ എൻ്റെ പേര്. അറിയാം. മോൻ്റെ പേരെന്നാണ്? എൻ്റെ പേര് ആഷ്ലി. ഞാൻ പുന്നിക്കാട് തന്നെ ശോശാമയത്തിൻ്റെ മോനാണ്. ഞാൻ അബുദാബിയിൽ നിന്ന് ഇപ്പോൾ ലീവിന് വന്നു. ഇപ്പം എവിടെ താമസിക്കുന്നത് അബുദാബിയിൽ? ഇപ്പം ഞാൻ അബുദാബിയിൽ മഫ്രഖിലാണ് താമസിക്കുന്നത്. മഫ്രഖിൽ. വർക്ക് ചെയ്യുന്നത് മുസഫയിൽ. മാരീഡാണോ? അല്ല. ഇരുന്നോ അമ്മ? അല്ല, ഞാൻ റെയ്മോടെ കൂട്ടുകാരിയെ പരിചയം വന്നു. പേര്? എൻ്റെ പേര് ഷീല അലക്സ്. എവിടെ നാട്ടിൽ? കോട്ടയം. ഏത് പള്ളിയിലാണ് വന്നു? CC അസെൻഷൻ ഷനിക്കുഴി. അബുദാബിയിൽ എത്ര ആളുണ്ടായിരുന്നു? ഞാൻ അബുദാബിയിലില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു അവിടെ. കോട്ടയം സാജൻ്റെ വൈഫാണ്. പുള്ളി 90s ഇങ്ങനെ പോന്നു. 90 ജനുവരി. ജോയമ്മ പറഞ്ഞായിരുന്നോ? ജോയമ്മ പറഞ്ഞില്ല. എൻ്റെ പേര് ജോയമ്മ അല്ലെങ്കിൽ സാറാമ്മ തരിയൻ. ഞങ്ങൾ അബുദാബിയിലായിരുന്നു. 2009 നാട്ടിൽ വന്നു. സുഖമായിട്ടിരിക്കുന്നു. ജോയമ്മ പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഓർമ്മയുണ്ടല്ലേ? പിന്നെ അങ്കിളിനെ കൂട്ടി എനിക്ക് അന്ന് ഈ മോളൊക്കെ കൊച്ചു മക്കളാണ്. പറഞ്ഞാൽ ജബുവിന്റെ വൈഫാണ്. ഓക്കെ. ജബുവിന്റെ വൈഫ്. എവിടെ നാട്? എൻ്റെ വീട് കുഴിക്കാല. മോനോടെ വെച്ചേ. ഞങ്ങൾ 2020 തിരിച്ചു വന്നു. നിങ്ങൾ ജിബു എഴുതിലായിരുന്നു ജോലി? ക്ലബ് പലയിടത്തുണ്ടായിരുന്നു. ക്ലബിലായിരുന്നു. ഞാൻ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഓക്കെ. ജിബു പേരെന്ന് പറഞ്ഞേരെ? ജബു ജോസഫ്. ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളം. സ്വദേശം എവിടെ? തിരുവല്ലയായിരുന്നു. അവിടെയാണ്. എന്നിട്ട് ജിബു എറണാകുളത്ത് എവിടെയാ? എറണാകുളത്ത് വൈറ്റില. അപ്പാർട്ട്മെന്റ് ആണോ? ഫ്ലാറ്റ്? വീടാ. ഓക്കെ. അബുദാബിയിൽ എവിടെയായിരുന്നു ജോലി? അബുദാബിയിൽ ഞാൻ അൽജാബർ അവിടെ ആയിരുന്നു കുറച്ച്. അതിന് മുമ്പേ അലൊത്തൈബ. അങ്ങനെ പിന്നെ അവസാനം ബ്രിട്ടീഷ് ക്ലബിലാണ്. അങ്ങനെയാണ്. ശരി. അബുദാബിയിൽ എന്നാ തിരിച്ചു പോകുന്നത്? 23 ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ മോനുണ്ടായിരുന്നു. അവനെ അങ്ങ് UK പോയി. ഓക്കെ. കോശങ്ങളെ ഒന്ന് പറഞ്ഞേരെ. ഹായ് സെന്നി. എത്ര നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്.
അയ്യോ ഭയങ്കര അതെ പറഞ്ഞു അങ്കിൾ പറഞ്ഞു. പ്രത്യേകിച്ച് എന്തോ പറയാനാ. നിങ്ങൾ എന്തോ കേട്ടത് എൻ്റെ സംഭവം? നിങ്ങളുടെ സംഭവമൊക്കെ നമുക്കറിയാവുന്നല്ലേ. ഇനി അത് കൂടുതൽ പറഞ്ഞു വഷളാക്കണ്ട. ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഞാനും ഭാര്യ ഓമിലി മാത്രമേ. മക്കളൊക്കെ? മക്കള് മോന് അബുദാബിയില്, മോൾ അബുദാബിയില്. സുഖമായിരിക്കുന്നു, ദൈവം നടത്തുന്നു. അതെ താങ്ക് യു. ഹായ് സണ്ണി, 18 വർഷത്തിന് ശേഷം കാണാൻ പറ്റിയ സന്തോഷം. എൻ്റെ പേര് മോനസ് ജോളം, കരുനാഗപ്പള്ളി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? റിട്ടയർമെന്റ്, നാട്ടിൽ വിശ്രമിക്കുന്നു. ഇതുപോലെ ബോട്ട് യാത്രയായിരുന്നു അല്ലേ? ബോട്ട് യാത്ര എല്ലാവരും കൂടെ. ജോളമ്മ ഒരു 2 ലൈൻ പാട്ട് പാടിക്കുക. കവിത, ഒരു കവിത, ഒരു കവിത, ഒരു കവിത. എന്നാ പുസ്തകം നോക്കിക്കോ, ഞാൻ വരും. കിട്ടാനുണ്ടോ? കുടിക്കുന്ന ആരെയും അതെന്റെയാ. കുടിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. ഒരു ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയാലോ, ഇഹലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയാലോ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ധന്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, പുണ്യനാഥായി മധ്യാഹ്ന സമയത്തിനായി വീണ്ടും നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അനേക വർഷങ്ങൾക്ക് ശേഷം കർത്താവെ അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഇതൊക്കെ അടികൾ നിലച്ചതല്ല,
എന്നാൽ എൻ്റെ കർത്താവ് മുന്നമേ ഇതെല്ലാം കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവ് അടികളെ ഓരോരുത്തരെയും ഇന്നുവരെയും എൻ്റെ പൊന്നു കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചതിനായി സ്തോത്രം. പല സ്ഥലങ്ങളിലായിരുന്ന അടികൾ ഒരുമിച്ച് ഈ ബോട്ടിൽ ഈ യാത്രയിൽ കർത്താവെ ഇന്ന് കൂടിയതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കർത്താവെ ഉയർപ്പിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ആഘോഷിച്ചല്ലോ കർത്താവെ. നിങ്ങൾക്ക് വേണ്ടി കാൽവറി യാഗമായി ഹല്ലേലൂയ പിതാവാ ദൈവത്തിൻ്റെ വലതുഭാഗത്തിൽ നിന്നും അടികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പൊന്നു ദൈവമേ. ഹല്ലേലൂയ കർത്താവെ. ശിക്ഷായുസ് കർത്താവ് എത്ര നാളടിയൊക്കെ തരുമെന്ന് അറിയത്തില്ല നാഥ. ഹല്ലേലൂയ ഈശോളം നാഥ കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ഹല്ലേലൂയ അടികളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കുടുംബങ്ങളായ വ്യക്തികളായി അടികളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അടികൾ ദാനമായി തന്ന മക്കൾക്കായി സ്തോത്രം, കൊച്ചുമക്കൾക്കായി സ്തോത്രം. അപ്പ അവരൊക്കെയും പല സ്ഥലങ്ങളിലായിരിക്കുന്നല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. അപ്പ പ്രത്യേകിച്ച് നാഥ തന്നെയും കുടുംബമായിട്ട് കർത്താവെ കാണുവാൻ, കർത്താവെ ഹല്ലേലൂയ 18 വർഷത്തിന് ശേഷം നാഥ അടികൾ കാണുവാൻ, ആ സ്നേഹബന്ധം പുതുക്കുവാൻ ലോകത്തിലെ അപ്പത്തിന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ കർത്താവെ കുടുംബമായിട്ട് വീണ്ടും അനുഗ്രഹിച്ചാട്ടെ. ഇവന് വേണ്ട ശാരീരികമായ ബലവും ശക്തിയും ഒക്കെ കൊടുത്ത് ഇവരെയും വഴി നടത്ത കൃപയ്ക്കായി സ്തോത്രം. അടിത്താവെ ഹല്ലേലൂയ. എന്നെ ഇവിടെ അടികൾ ഒരുമിച്ച് യാത്രയാകുന്ന എല്ലാ കുടുംബങ്ങളെയും കൂടി തിരുസന്നിധിയിലേക്ക് ഏറ്റു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യാത്ര ഏറ്റവും സന്തോഷവും ആനന്ദകരവുമാക്കണമേ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തോ അനർത്ഥോ വരാതെ കാക്കണമേ. ബോട്ടോടിക്കുന്ന മാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോ ഹല്ലേലൂയ മാനെ കർത്താവ് കാത്ത് പരിപാലിക്കണമേ. കൃപയെ മറക്കാട്ടെ. ഹല്ലേലൂയ അടികളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വടികൾക്കായി ജീവൻ വെച്ച ഉന്നേശ്വരന്റെ നാമത്തിൽ താഴ്മയുടെ വീട്ടിൽ കേൾക്കുമാറാകണമേ. സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം കാലയില് ഒരു വിരൽ മുട്ടി. ഇപ്പം വലത്തുകാലാണെന്ന് മുട്ടിന്റെ താഴെ മുറിച്ച് തിരുവല്ല മെഡിക്കൽ മിഷനിൽ അഡ്മിറ്റാണ്. ആൻറ്റിക്കാണേലും വയ്യ. പിന്നെ മോള് കൂടെ ഉണ്ട്. മോക്ക് 2 പിള്ളേരും ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഓർമ്മയില്ല. പിന്നെ തീർച്ചയായും എത്രയോ തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന ഞങ്ങളൊരു തവണ വീട്ടിൽ പോയിരുന്നു. ഒത്തിരി പേർക്ക് സഹായമല്ലായിരുന്നു. അതെ അതെ. കേസ് ഏത് വന്നാലും ഒരു മാസമായിപ്പോ കാല് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയാണ്. ഒന്നല്ല, ഒരു മാസമല്ല, കൂടുതൽ ഹോസ്പിറ്റലിനകത്ത് മസ്റ്റ് ഫുള്ളായി. ഞാനൊന്നും പറഞ്ഞില്ലേ അവിടെ വീട്ടിൽ കാണാൻ പറ്റിയില്ല എന്ന കരിമല അഡ്മിറ്റാണ്. അതെങ്ങനെ നിങ്ങളെ ഞാൻ വിളിച്ചത്. പിന്നെ എനിക്കൊക്കെ അറിയാൻ എനിക്ക് ഭാവിച്ചാനൊക്കെയായി. ഞാൻ വീട്ടിൽ പോയിരുന്നു, സാറിന്റെ വീട്ടിൽ പോയിരുന്നു. അറിയാൻ പോയി. ബാക്കിയുള്ളത് റീസെന്റ് ആയിട്ടുള്ളതൊക്കെ പാടാൻ അറിയത്തില്ല. എല്ലാവർക്കും പാട്ട് മാത്രം നമ്മളെ ക്രിസ്തീയ പാട്ടുകളൊക്കെ അറിയാവുന്ന കോമ്പറ്റീഷൻ നടത്തിയ രണ്ടുപേരും പാടിയാ മതി. അപ്പൊ തുടങ്ങാം. നിങ്ങള് ഇത്രയും പേര് അത് ഞാനേറ്റു അപ്പൊ ഇവിടെ തുടങ്ങാം. ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ പിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അവൻ
മാത്രമേ അറിയത്തുള്ളേ. കോശങ്ങളെ വിരിച്ചു എന്ന് പറയാം. ഞാനവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നേ. ഭാരങ്ങൾ വഹിക്കുന്നവേ, എനിക്കായി കരുതുന്നവേ, ഭാരങ്ങൾ വഹിക്കുന്നവേ, എന്നെ കൈവിടാത്തവേ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവേ, യേശു എൻ കൂടെയുണ്ട്. കൂടെയുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈയിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈയിടുകയില്ല ഞാൻ നിന്നെ. നിന്നെ നീ ആയത് നീയായിരുന്നു. ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നോടി സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ആനന്ദമാനന്ദമേ അരുവിത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവനോ. അരുവിത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവനോ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. യേശുവിനെ യേശു യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദം.
അല്ല ഗൂഗിള് Somebody
പാടി ക്ഷീണിച്ചില്ല, എണീറ്റ് കഴിഞ്ഞിട്ട് പോയി പാടാം. അവസാനൊരു പിന്നെ പഴയ ഒരു മെസ്സേജ് പറയുന്നു. മെസ്സേജ് ഒന്നും അല്ല, പഴയ കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. കപ്പലിൽ പോയ അതെനിക്ക് പറഞ്ഞു കേട്ടതാ. ഈ വെള്ളത്തിനൊക്കെ കാണാം സ്ഥലം, ഈ വെള്ളത്തിനൊക്കെ കാണാം ഈ വെള്ളത്തിനൊക്കെ വെള്ളത്തിന്റെ ഓർമ്മ പുതുക്കുവാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബാല്യം മുതലേ തുടങ്ങിയെങ്കിൽ
മാത്രമേ വരികയുള്ളൂ. പാളയിലെ കാര്യമൊന്നും പറയണ്ട. ആ. 1972 ജനിച്ചു വളർന്ന സ്ഥലം വിട്ടതാണ്. തുമ്പമൺ എന്ന് പറഞ്ഞ സ്ഥലം 73 ഡിസംബർ 31 അവര് ദുബൈയിൽ ലാൻഡ് ചെയ്തു. സഹയാത്രികനായിരുന്നു MA യൂസഫലി. ഞങ്ങള് അന്നത്തെ കാലത്ത് ഒരു ഷിപ്പിന്റെ പടം ഞാൻ ഈ അടുത്തിടെ ഒന്ന് രാത്രി എടുത്തുകൊണ്ട് വന്നു. 50 വർഷം മുമ്പുള്ള ഫോട്ടോയിൽ അങ്ങനെ ഓർമ്മകൾ പുതിയ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജ്ഞാനമയ്യൻ ബാബുജാനെയാണ്. ഇല്ല, അത് മുമ്പേ അവരെ അറിയാം. വർഷങ്ങൾക്ക് മുമ്പേ ജ്ഞാനമയ്യൻ ബാബുജാനെ അറിയാം. എന്ന് പറഞ്ഞാൽ ബാബുജാൻ ജോലിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാം ബാധ്യമായിട്ട് മദീനയിൽ താമസിച്ചതാണ്. ഞാന് അലക്സാണ്ടർ രാജു സണ്ണി ഞങ്ങളെല്ലാം കൂടെ മദീനയിൽ താമസിച്ചവരാണ്. അവിടുത്തെ അങ്ങോട്ട് അഡ്മൈർ ചെയ്തപ്പോൾ എന്റെ മാധ്യമമാരും താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അടുത്ത റൂമാണ്. അപ്പൊ അതുപോലെ ഞങ്ങൾ ആ ബന്ധം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സീസപ്പള്ളിയിൽ വെച്ച് കാണുമ്പോഴാണ് അവര് സീസയിലാണെന്ന് അറിയുന്നത്. ആദ്യകാലത്ത് മർത്തോമാണെന്നുള്ള ഓർമ്മയിലാണ് ഇരുന്നത്. കാരണം സീസപ്പള്ളിയെ വിടാനും കാരണമായി. ഇപ്പോഴും ഞങ്ങളുടെ അച്ഛൻ പറയുന്നു പോലെ ഓർത്തഡോക്സുകാരനെ എങ്ങനെ സീസയിൽ വന്നു. ഈ ബോണഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോണഗയാണ്. ബോണഗേനായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളൊരു ഇത് നീക്കുകയാണ്. അപ്പൊ ബന്ധുജനങ്ങൾ IPCയിലുണ്ട്, അങ്ങനെ പല ഇതിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിനെ എയർപോർട്ടിൽ വെച്ച് കാണുന്നത്. ഞാനിങ്ങനെ എയർപോർട്ടിൽ വന്നിങ്ങനെ നമുക്ക് യാത്ര ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് കാരണം ഒരു അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതില്ല, ഇട്ടത്ത് കോഴി അരട്ടി വിട്ടമാതിരി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ഓടി നടക്കുന്നു. ഞാൻ നേരെ പോയി വിളിച്ചു, എവിടെ പോവുകയാണ്? CSIന്റെ അച്ഛനല്ല, എങ്ങനെ മനസ്സിലായി? എനിക്ക് CSIക്കാരോട് ബന്ധമുണ്ട്. ആ സമയത്താണ് അച്ഛനുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്റ്റാണ്. അങ്ങനെ അച്ഛനുമായിട്ട് നാട്ടിൽ 12 വർഷം 1.5 വർഷം ഞാനും മകളും കൂടെ ഇതൊക്കെയാണ് എന്റെ ഓർമ്മകൾ കുറിക്കാറുള്ളത്. നമുക്ക് ചെറിയ കോമ്പറ്റീഷൻ ആയിരുന്നു. പ്രൈസ് ഉണ്ട്, ക്വിസ് കോമ്പറ്റീഷൻ. നമ്മളെല്ലാവരും ഇപ്പൊ കഴിച്ച ഈ വളരെ രുചികരമായ സാധനം ഇത് ഉഷാന്തി കൊണ്ടുവന്നതാണ്.
ഒരു വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. ഇതുപോലെ തമാശ ചില ഫണ്ണി ക്വസ്റ്റ്യൻ ഉണ്ട്, ബൈബിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുക. ആൻസർ പറയരുത്, ചോദിക്കുന്നത് ബൈബിളിലെ ആകെ അധ്യായം എത്രയുണ്ട്? അധ്യായം ബൈബിളിൽ എത്ര അധ്യായമുണ്ട്? ഇത് നോക്കാനുള്ള സമയം തരണം. ബൈബിളിലെ എത്ര അധ്യായമുണ്ട്? അധ്യായം 1189. 189. ബൈബിളിലെ ഏറ്റവും വലിയ വാക്യം ഏറ്റവും വലിയ വാക്യം ഏത് പുസ്തകം? ഏത് വാക്യം? അല്ല, അതിലില്ല. 8:9. 8:9. ഏറ്റവും ചെറിയ വാക്യം എവിടാ? അല്ല, അതല്ല. മലയാളത്തില് ഏറ്റവും ചെറിയ വാക്യം ഒരു വാക്യമാണ്. അതൊന്നും ആയിരിക്കില്ല. പുറപ്പാട് 20:15 മോഷ്ടിക്കരുത്. അങ്ങനെ ഒരു വാക്യം നീ മോഷ്ടിക്കരുത്. അത് വാക്യമാണ്. പുറപ്പാട് നീയോട് ചേർത്തപ്പം ബൈബിളില് ഒരുപോലെ എല്ലാം കറക്റ്റ് അല്ല, ഒരുപോലെ ഇവിടെ 2 സങ്കീർത്തനമുണ്ട്. അത് ഏത് സങ്കീർത്തനമാണെന്ന് പറയാം? ഒരുപോലെ 2 സങ്കീർത്തനമുണ്ട്. രണ്ടെണ്ണം പറയും. എനിക്കും അറിയാമായിരുന്നു, മറ്റേതറിയത്തില്ല. 53 അതിനോട് തുല്യമായുള്ള ദൈവം നടത്തി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അവിടെ വാർഡിൽ ജോലിയില്ലായിരുന്നോ? സെന്റിയുടെ വാർഡില് പറയാനല്ല പറഞ്ഞത്. ഞാൻ അവിടെ വന്ന് കണ്ടതാ, അതുകൊണ്ടാ പറഞ്ഞത്. അത് തന്നെയാണ്. അതാ പറഞ്ഞത്. പുറത്തെല്ലാരും പറഞ്ഞു സെന്നി പോയി. പക്ഷേ 24 വർഷമല്ലേ, 25 വർഷം ദൈവം ഭയങ്കര അതിശയമാണ്. വലിയൊരു ഒരു സാക്ഷ്യം നിങ്ങളാരും കേട്ടിട്ടില്ല. ഇപ്പൊ പറഞ്ഞ സാക്ഷി അതല്ല നമ്മുടെ ജ്ഞാന നിക്ഷേപത്തിൽ എഴുതിയതാണ്. നെടുങ്ങാടപ്പള്ളിയുടെ സഭകലനെ കടന്നുകൊണ്ട് അത് ഞാനത് വായിച്ചു. അത് ജ്ഞാന നിക്ഷേപത്തിൽ ഇനി എന്നെ അത്
അബുദാബി പറയുകയും ചെയ്തു നമ്മുടെ പ്രേരണ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിട്ട് തന്നെ അവിടെ ചെന്നു. അന്ന് അമ്മ അവിടെ അബുദാബി വന്നില്ലായിരുന്നു ഈ ആക്സിഡന്റ് അനിയൻ ഇപ്പൊ എവിടെ? എപ്പോഴാവല്ലോ കിട്ടുന്നത്? രജിസ്റ്ററിലുണ്ട്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. ചാക്കച്ചേരി അനിയൻ ചാക്കച്ചേരി ഞങ്ങള് സമാജക്കാരാണ്. ആർക്കും നയപ്പും ഇതൊന്നുമില്ലല്ലോ ഈ കൂടാത്തവരാരും തമാശ ചോദിച്ചു മോനും എല്ലാം പെട്ടെന്നായിരുന്നു. അവര് പോലും ലേറ്റായിട്ടാ പറയുന്നത്. അത് അതെ അത് കഴിഞ്ഞാൽ സൂണർ ഡിക്ലെയർ ആയത്. അല്ല തുടങ്ങുന്ന ഡിക്ലെയർ ആയില്ല. 2019 പറയുന്നെങ്കിലും 2020 മാർച്ചിലാണ് ഡിക്ലെയർ ആയത്. നാലുപേർക്കും ജോലി ഉണ്ടല്ലോ. മോൻ എഞ്ചിനീയർ, മോള് ഫാർമസിസ്റ്റ്, മോള് ഫാർമസിസ്റ്റ്, മോളുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ. അല്ല മോളെ രണ്ടുപേരും ഇന്ത്യയിലുള്ള രണ്ടുപേരും പഠിക്കാൻ വന്നവരാ. ആദ്യം വന്ന കാർഡിന് ഒരു സമ്മാനം എടുത്തു. അത് ഇഷ്ടമുള്ളത് എടുക്കാം. രണ്ടാമത് എടുത്തു. വീണ്ടും ഇവിടെ 4 എണ്ണം ബാക്കിയുണ്ട്. അന്നേരം അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഓരോരുത്തരുടെയും കാർഡുള്ളൂ. എല്ലാവർക്കും 2 കാർഡ്, 2 ചാൻസ് എന്നാണ് പറയുക. അപ്പൊ 5 സമ്മാനമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 5 കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ ടേബിളിലെ 5 സമ്മാനവും ടേബിളിൽ നിന്നും മാറും. ഇതൊക്കെയാണ് നമ്മൾ ഉള്ള സമ്മാനങ്ങൾ. അതെല്ലാവരും കാണണം ഇതിനു മുമ്പ്. എന്നിട്ട് 6ാമത്തെ കാർഡ് എടുക്കുമ്പോൾ അത് ആർക്കും ആരുടെ കയ്യിൽ നിന്നും ഈ സമ്മാനം പിടിച്ചു വാങ്ങിക്കാം. രണ്ട് വിധം നമ്മൾ ഈ കളി ആരംഭിക്കുന്നതിന് മുമ്പേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഇത് 2 ടേബിൾ ഇതാണുള്ളത്. ഒരു വുഡൻ ട്രേ, ഇതൊരു ഫ്ലവർ ഗ്ലാസ്, പിന്നെ ഇത് വിത്ത് സ്പൂൺ ഫ്രീ ആണ്. അതാണ്. അപ്പൊ ശരി കാരണം ആരെ വേണേലും കാണിക്കാൻ ഒരു പ്രശ്നമില്ല. ഇനി എത്ര എണ്ണം ഞങ്ങൾക്ക് 2 പേർ. ഇനിയിപ്പോ 3 പേരുടെ ബാക്കിയുണ്ട്. എടുത്തോ
കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? 2 കാർഡ് വീതം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇതിനകത്ത് 26 അത് കാർഡ് കൊടുത്തോ? ഇല്ലല്ലോ. അവൻ 2 കാർഡോടെ വെച്ചില്ല. അത് ശരിയാവും. അവൻ 2 വരില്ല. ബെഡ്റൂമിൽ പോയി കിടക്കുവാ. റൂമിൽ കിടക്കും. ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. റെഡ് ഉള്ളത് ഡയമണ്ട് ഹാർട്സ്. ഡയമണ്ടും ഹാർട്സും ആണ് റെഡ്. ബ്ലാക്ക് എന്ന് പറയുന്നത് സ്പെയ്ഡ് ക്ലബ്സ്. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം. കാർഡുള്ള ആള് കാർഡ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് ഏതാ വേണ്ടത്? ഇത് ഡൈസ് കിങ് എന്ന് പറയാം. ഇവിടെ കൊണ്ടുവന്ന കാർഡ് ഇവിടെ വെക്കും. എന്നിട്ട് ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ജഗു വന്നു കഴിഞ്ഞിട്ട് ഇത് തന്നെയായിരുന്നു ആലോചന. കഴിഞ്ഞ മാസമാണ് കണ്ടുപിടിച്ചത്. അപ്പം പിന്നെ വിചാരിച്ചെന്നാ ഒരു ബോട്ട് ട്രിപ്പ് നടത്തിക്കളാം. നാട്ടിൽ വന്നതിന് ശേഷം റിസർച്ച് നടത്തുകയായിരുന്നു. ഇവിടെ കൗണ്ടറിന്റെ വാതിൽ ഏതാണ്ടൊക്കെ ഇവിടെ കൗണ്ടറിന്റെ വാതിൽ ഏതാണ്ടൊക്കെ ഇരിക്കുന്നു ഉണ്ടായിരുന്നല്ലേ? അപ്പൊ തുടങ്ങാം. സ്പെയിൻ 10 ആർക്കാ ഉള്ള അത് ഇടോട്ട് ഇതിലേതാ വേണ്ടത്? അപ്പൊ ജബു റിസർച്ച് നടത്തി എന്തിനാന്ന് മനസ്സിലായി. അപ്പൊ അതെടുത്തല്ലേ? അപ്പൊ ഇനി അടുത്ത കാർഡ് തീർന്നോണ്ടിരിക്കും. ക്ലബ്സ് 6. അതെനിക്ക് 5 ഒന്നും കൂടെ ഇതിലേതാന്ന് വെച്ചാൽ ഞാനിത് എനിക്ക് വേണം. എടുത്ത് വാങ്ങിച്ചാൽ മതി. എന്നെ വാങ്ങിച്ചാൽ മതി. കൊണ്ടുപോയിക്കോളൂ. ക്ലബ്സ് 5. ക്ലബ്സ് 5. ഇതൊന്ന് പിടിച്ചേക്കാം. ഇത് വെച്ച് കളിക്കുക കേട്ടോ. അതെനിക്ക് വേണം. ഉണ്ടായിരുന്നു. ഓ ഓക്കെ, ഞാൻ വരും. വീഡിയോ പിന്നെ ഈ 3 ഏതാ വേണ്ടെന്ന് ഞങ്ങൾ ബാബുങ്ങളുടെ കൂടെ കോട്ടയത്തിന് പോകുന്ന വണ്ടിയെ സ്ഥലം ഈ മൂന്നാമത്തെ അവർ പറയുന്നു. ക്ലബ്സ് 10. ക്ലബ്സ് 10 ഏതാ വേണ്ടത്? ഇനിയാണ് തമാശ തുടങ്ങുന്നത്. അടുത്തത് ക്ലബ്സ് 9.
ഡൈസ് 8 ആർക്കാവുള്ള ഡൈസ് 8. ആരുടെ ഏത് വേണം? എനിക്കിത് വേണം. ഇതാണ് നമുക്ക് ഒരിച്ചായിട്ട് അത് പോയേ. ഇനിയാണ് നമ്മുടെ ദേവിന്റെ ഈ തന്നിട്ട് ആരുടെ ഏതാണെന്ന് വെച്ചാൽ പിടിച്ചു. ക്ലബ് സെറ്റ് അതിങ്ങ് തന്നിട്ട് ആരുടെ ഏത് മോശം. എല്ലാരും അയ്യോ സെന്നയുടെയാണോ? കയ്യിൽ വെച്ചു. അവിടെ വന്ന് വാങ്ങിക്കുന്നതിന് എല്ലാരും എന്നാലേ അറിയുള്ളൂ ആരുടെ ഹാർട്സിന്റെ ഏസ്. അങ്ങനെയാന്ന് വെച്ചാൽ പോയി നേരത്തെ ഇതാ അതിന്റെ തമാശ. സ്പേഡ് ക്വീൻ. ഇതാരെങ്കിലും വാങ്ങിക്കുന്നു ചോദിച്ചിരിക്കുക. എന്റെ ആരുടെ നേതാ വാങ്ങിക്കുന്നത്? ഞാൻ ഓരോരുത്തരും പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നു. ഇത് പഴയ സ്വർണ്ണച്ചേനയുടെ കളിയാണല്ലോ. സ്വർണ്ണച്ചേന വീരയുടെ കളി. അതെ അതെ, സ്പേഡ് കിങ്. ഉയർത്തി കാണിക്കുന്നു. കയ്യിൽ ക്ലബ് സൈഡ് ഞാൻ വാങ്ങിച്ചു. ഇത് കൊണ്ട ഇതുപോലെ വേറെ കഴിയട്ടെ. ഡൈ സൈഡ് താഴെ വീടില്ലേ ഏതാ കാട്ടിക്ക് കൊടുക്കാം. ചീനിച്ചട്ടി മുതലുണ്ട്. കിട്ടിയോ? ഈ സമ്മാനം ഒന്ന് ഉയർത്തി പിടിക്കണേ എല്ലാവർക്കും. ഡൈസ് 9. ഹാർട്സ് 3. അതേന്നും അതിന്റെ കുഴപ്പം ഇങ്ങനെ കറങ്ങി നടക്കുക. ഇതൊന്ന് എല്ലാരും കണ്ടാലേ എല്ലാവർക്കും ആർട്സ് 2. ആരുടെയാണെന്നറിയണം. അതുകൊണ്ടാണ് ആരുടെ ഏതാ വാങ്ങിക്കുന്നത് വാങ്ങിച്ചു. സ്പേഡ് 5. വാങ്ങിച്ചു. ക്ലബ്സ് ക്വീൻ. ഇവിടുന്ന് വാങ്ങിച്ചതാ. ഹാർട്സ് 4. ഇതുവരെ വന്നില്ലേ? ഡൈസ് ജാക്കി. അത് ഹാർട്സാ.
ഇവിടെയുള്ള സമ്മാനങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? അവിടെ സ്പെയിഡ് 3. അവസാനം കിട്ടുന്നവർക്കാണ് പ്രൈസ് കിട്ടുന്നത്. സ്പെയിഡ് 3. അത് കിട്ടരുതേ, കിട്ടരുതേ. അക്കാഡമി മനസ്സിലാക്കാം. എന്റെ ഏതാ ഏതാ വാങ്ങിക്കണം? സാധാ അയ്യോ ഇതൊന്നും ഒഴിവാകാൻ പറഞ്ഞില്ല. ഇത് അമേരിക്ക വരെ നോക്കണമെന്ന് ഡൈസ് 10. ഇതൊന്ന് ഏതാ വാങ്ങിക്കുന്നത്? ഏതായാലും കുഴപ്പമില്ല. അല്ല അങ്ങനല്ല, അങ്ങനല്ല. ഏതായാലും കുഴപ്പമില്ലെന്നല്ല, അങ്ങനെ കളിക്കരുത്. ക്ലബ്സ് ജാക്കി. പിടിച്ചോ പിടിച്ചോ, മറ്റേ തന്നെ പിടിച്ചോ. അവർക്ക് ഉണ്ട്, ഇത്രയും കാർഡുണ്ട്. ഇത്രയും കാർഡ് പോയാൽ സ്പെയിഡ് 2. ഏതാ ഞാനിവിടെ ഞാൻ ഞാനുമുള്ള ഒരു ഹൃദയം സ്പെയിഡ് 6. ഏതാണ് എനിക്ക് വേണ്ടത്? കൊള്ളാമെന്നൊരു മാറ്റാൻ രക്ഷപ്പെട്ടു. ഡൈസ് ഏസ്. അവസാനം ക്ലബ്സ് കിങ്. ടേബിൾ ക്ലോത്ത് ആണ് ഇത്. അല്ല റണ്ണർ. അത് ഉടനെ അടുത്തത്. പിന്നെ അല്ല അല്ല അതങ്ങനെ അടുത്തത് ഭാഗ്യവതി. എല്ലാവരും അതൊന്ന് ഉയർത്തി കാണിച്ചേ പ്ലീസ്. അത് മുടിയിടുന്ന കൈ കാണണം പോകുന്നു. ഇതൊരു ഭാഗ്യാവും. അതെ അതെ. ഹാർട്സ് 5. അപ്പൊ ഒരെണ്ണം പിടിച്ച് വാങ്ങി. സ്പെയിഡ് 8. ഏതാ 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 ഏതറിയാ ഇത് വേണം. അല്ല വേറെ ഉണ്ട്. അൽഫൈസ് താഴെ വീടരുത്. മുംബൈ ഒന്ന് പിടിച്ചതാ, വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. ഇത് അവസാനം ചെയ്യാനോ? ഹാർട്സ് 8. ഞങ്ങളേലുള്ള വിളിക്കാം. എന്താ വേണ്ടി ഒരെണ്ണം എടുക്ക, പിന്നെ വാങ്ങിച്ചോളൂ. അങ്ങനെ ഇരിക്കരുത്. ആരെയും പിന്നെ വാങ്ങിച്ചോളൂ. എല്ലാവരും ഒന്ന് ഉയർത്തി കാണാം. അത് തന്നെ. സമാധാനമായിട്ട്. ഹാർട്സ് 7. കാറിന് തീർന്നുകൊണ്ടിരിക്കുന്നു. ഹാർട്സ് 6. അത് തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ ഡൈസ് 2. ഡൈസ് 2. ഏതാണ്ട് അവിടെ തിരിച്ചു വരുന്നു. ഏതായിരുന്നത്? ഡൈസ് 5. ഡൈസ് 5. ഇനി കിട്ടുന്നത് ഉണ്ടാവട്ടെ. ക്ലബ്സ് ഏസ്. ഇവിടെ ഒന്ന് കാണിച്ചേ, ഒന്ന് ഉയർത്തിക്ക്. രണ്ട് റണ്ണറുണ്ട്. അത് പോയി അതായത് ബുക്കി കാണിക്കുന്നു. ആരുടെയോ പോക്കറ്റിലുണ്ട്. ഒന്ന് അവിടെ ഉണ്ട്. ആ ഇവിടെ ഒന്ന് ഇവിടെ ഉണ്ട്. ഹാർട്സ് 2. ഈ ബോട്ട് അവസാനം ഇതിനകത്ത് കാര്യമില്ല. റണ്ണറോട് ഇവിടെ
ബോട്ടിങ്ങനെ വെള്ളത്തിലിട്ട് ആട്ടാതെ എവിടെയെങ്കിലും നിർത്തിയിടാം. ഹാർട്സ് ജാക്ക് ഇതാർക്കാ ഹാർട്സ് ജാക്ക് സമ്മാനം ബാക്കി ഇവിടെ പേടിക്കണ്ട, ഇനി ആൾക്കാർ സ്പെയ്ഡ് 9. ഫ്ലവർ വാസന്തി. ഡൈസ് 4. ഡൈസ് 4. ഹാർട്സ് 10. ബാബുച്ചാനൊന്നും കിട്ടിയില്ലേ? ഇപ്പം വാങ്ങിച്ചു വെച്ചത് കാണിക്കണം. അത് ഏതിട്ടാ പിടിക്കേണ്ടത്? ഹാർട്സ് 9. ഇത് പണ്ട് അവധി മുതലുള്ള പരിപാടിയാണ്. ഓണത്തൊന്നും ഇടാനേ. ജോക്കർ ആദ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനിയാണ് തമാശ. 5 കാർഡ്. 5 കാർഡേ ഉള്ളൂ. ഈ 5 പേര് അല്ലല്ല, അത് പറയാനൊക്കെ ഇല്ല. കാരണം ഒരു സാധനം തന്നെ ആയിരിക്കും 5 സർക്കുലേറ്റ് ചെയ്യുന്നത്. അതെ, കയ്യിൽ ഇരുന്നത് അതായത് ഈ സാധനം അടുത്ത 5 പേരും ചോദിക്കാം. 5 പേർക്ക് ഇത് തന്നെ ഇങ്ങനെ. ശരി ശരി. അത് ഡൈസ് 3. ഇനി എത്ര കാർഡ് എല്ലാവരുടെയും ഉണ്ടെന്ന് കാണിക്കാം. അപ്പൊ നിങ്ങള് 3 പേരിൽ ഇപ്പൊ വിവരം ഏതാ വേണ്ടേ? എഴുന്നേറ്റ് പിടിച്ചു പറിക്കുക. കുപ്പി വെള്ളം കൈകളെ ഇരിക്കുന്ന മതി. എന്റെ വെള്ളമായാലും മതി. ക്ലബ്സ് 2. ഏതാണ് എടുക്കുന്നത്? ക്ലബ്സ് 4. വിന്നർ. അപ്പൊ അവന് കിട്ടി. ഇതാണ് എന്റെ തമാശ. അല്ല, എത്ര പേരുടെ കൈ ഈ കിട്ടിയവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് കൈയടിക്കാൻ ഉയർത്തി കാണിക്കുക. ആന്റി അങ്ങോട്ട് പോകും. അതെ അതെ അതെ. Wow! Wow! What a beauty! വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കണ്ടുപിടിച്ച കൂട്ടുകാരുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക്
അത് ഉച്ച കഴിഞ്ഞ് നീ തന്നെ തിരിച്ചു കൊടുക്കും. അടുത്ത് നിന്നിട്ടും കൊട്ടിയില്ലല്ലേ? ഹലോ, എൻ്റെ പേര് ജോർജ് എന്നാണ്, അശോക് ജോർജ്. ഞാൻ ആലപ്പുഴ നിന്നാണ്. ഞാൻ അബുദാബിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടുത്തെ ആം ഫോഴ്സസ് ഓഫീസേഴ്സ് ക്ലബും അൽ മസൂദ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു ഞാനത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഐ വാസ് എ റെഗുലർ മെമ്പർ ഓഫ് CSI Church, Choirum. We had a great communal get together, social life. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആലപ്പുഴയിൽ ഒരു ബോട്ട് ട്രിപ്പിൽ ഇടയ്ക്കാണ്. സോ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലാണ് ഇങ്ങനെയുള്ള ഒരു ഇൻറ്ററാക്ഷൻ. സാറ് അബുദാബിയിലായിരുന്നു പറഞ്ഞു. ഏത് വർഷമാണ് സാർ അബുദാബിയിൽ എത്തിച്ചേർന്നത്? ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനി ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയായിരുന്നു. അപ്പം വി ഹാവ് പ്രോജക്ട്സ് ഓൾ ഓവർ UAE. അപ്പം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എമിറേറ്റ്സിൻ്റെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ആം ഫോഴ്സസ് ഓഫീസേഴ്സ് ക്ലബിൻ്റെ ക്ലീനിങ് ആൻഡ് സെക്യൂരിറ്റി ഞങ്ങളുടെ കമ്പനി, ഇറ്റ് വാസ് എൻ ഓസ്ട്രേലിയൻ കമ്പനി. അപ്പോൾ അതിൻ്റെ മാനേജറായിട്ടാണ് ഞാൻ അബുദാബിയിൽ വന്നത്. അത് കഴിഞ്ഞ് അൽ മസൂദ് എന്ന് പറയുന്ന അവിടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഒരു ഡിവിഷൻ്റെ മാനേജറായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കറ്റിൽ തിരിച്ചുപോയി. മസ്കറ്റിൽ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ചൈന നാഷണൽ പെട്രോളിയം കമ്പനി. അങ്ങനെ കുറച്ച് നാൾ ഓയിൽ റിഗിലാണ്, ഒമാനിലായിരുന്നു, ഡെസേർട്ടിലാണ്. അത് ഇറ്റ്സ് എ വെരി ഫണ്ണി സ്റ്റോറി. കാരണം ഞങ്ങളുടെ ഓഫീസ് ഒരു വില്ലയാണ്. മദീന കബൂസ് എന്ന് പറയുന്ന വലിയൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു വില്ലയിലാണ് ഈ ചൈനക്കാർ ഗ്രേറ്റ് വാൾ ഡ്രില്ലിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ ഭാഗത്ത് നടക്കുമ്പോഴത്തേക്ക് ഈ 2-3 ചൈനക്കാർ ഇതിനകത്ത് കാണും. അപ്പം പെട്രോളിയം കമ്പനിയാണെന്ന് മനസ്സിലായി. 10-25 വർഷമായിട്ട് ഗൾഫിൽ ജീവിച്ചിട്ട് എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെട്രോളുമായിട്ടൊരു കണക്ഷനും ഇല്ല. എന്നാൽ ഗൾഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഓയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുമായിട്ട് കയറി സംസാരിച്ചു. ഇന്റർനെറ്റും ഗൂഗിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജർ പൂജി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു അക്കൗണ്ട് മാനേജറുണ്ട്, ഒരു ഓപ്പറേഷൻസ് മാനേജർ, ഒരു വില്ലയാണ്. അപ്പം പൂജിയുമായിട്ട് വർത്തമാനം പറഞ്ഞു. അയാൾക്കൊരു വലിയ ഒരു ഓഫീസുണ്ട്, വലിയ ടേബിളും, അയാൾക്കൊരു ലാപ്ടോപ്പും പ്രിന്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. വർത്തമാനം പറഞ്ഞു. അപ്പോൾ ദേ ആർ ലുക്കിംഗ് ഫോർ ആൻ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ബേസിക്കലി ഈ ചൈനക്കാരും നാട്ടുകാരും ഒമാനികളായിട്ടും ഇവർ പർച്ചേസ് നടക്കുന്നതിനകത്ത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഒരു കോർഡിനേറ്റർ വേണം. പിന്നെ ഒത്തിരി എല്ലാ സാധനങ്ങളും സപ്ലൈസ്, ഇപ്പോൾ ഫുഡ് ആണെങ്കിലും, ഇപ്പം വിസാറ്റ് സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇതിനൊക്കെ ഒരു കോർഡിനേറ്റർ. പിന്നെ ആൾക്കാർ വരും പോവും, അപ്പം അതിൻ്റെ ലോജിസ്റ്റിക്സ്. സോ ദി പൊസിഷൻ ഇസ് കോൾഡ് റിഗ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനക്കാരൻ്റെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ എനിക്ക് ആ ജോലി കിട്ടി. അപ്പം കിട്ടിയതിൻ്റെ ഒരു റീസൺ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് റിഗുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അയാൾ പറയുന്നതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ പറയുന്ന ആൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജോലി കിട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് രസമുള്ള പാർട്ട് എന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് ചോദിച്ചു, താൻ ശരിക്കും, അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്തോ
എങ്ങനെ ഗൾഫിൽ വന്ന് എൻ്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ഹൗ ദ GCC വർക്ക്സ്. അപ്പം ഇയാൾ എന്നോട് ചോദിച്ചു, ശരിക്കും ഒരു ഓയിൽ റിഗ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പടത്തിലെ ഇത്ര കണ്ടിട്ടുള്ളൂ. ആൻഡ് ഐ ആം അപ്ലൈയിങ് ഫോർ എ റിഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജോബ്. ഒരു 10-15 മിനിറ്റോടെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ്, മറ്റാ മറിച്ചാന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ എഴുന്നേറ്റ് നിന്നു. അപ്പം ഞാൻ നാച്ചുറലി വിചാരിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഐ വാസ് വാക്കിംഗ് ടുവേർഡ്സ് എ ഡോർ. അപ്പോൾ പുള്ളി ചോദിച്ചു, എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. അയാൾ പറഞ്ഞു, അല്ലല്ലേ, ഇവിടെ ആകപ്പാടെ ഈ പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് മാത്രമുള്ളതുകൊണ്ട് നീ എൻ്റെ കസേരയിൽ ഇരുന്നിട്ട് നീ എന്നോട് പറഞ്ഞത് നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ. ഞാൻ വിചാരിക്കും, am I dreaming or അല്ല സിനിമയിൽ കാണും നടക്കും. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഞാൻ ഇറ്റ് ഈസ് എ വെരി റെസ്പോൺസിബിൾ പൊസിഷൻ. പക്ഷെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കലായിട്ടൊന്നുമില്ല. ലോജിസ്റ്റിക് ആൾക്കാർ വരും, സാധനങ്ങൾ വരും, ഡ്രൈവേഴ്സ് ഉണ്ട്, പല ഏത് സമയത്തും ഒരു 10-28 രാജ്യത്തെ ആൾക്കാർ ഈ റിഗിൽ കാണും. അപ്പോൾ ഒരു മിനി യുണൈറ്റഡ് നേഷൻസ് ആയി. അപ്പോൾ അങ്ങനെയാണ് കുറേ നാൾ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് 10-30 വർഷം ഗൾഫിലായി. രക്ഷപ്പെടണമായിരുന്നെങ്കിൽ പണ്ടേ രക്ഷപ്പെടായിരുന്നു. ഇനി അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഐ ഫെൽറ്റ് ഹോം സിക്ക്, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നെയ്ബർ ഇവിടെ ഒരു ആലപ്പുഴ, ഞാൻ ആലപ്പുഴക്കാരനാണ്, വലിയ ഒരു കോയർ എക്സ്പോർട്ടർ ഉണ്ട്, രവി കർണാടക. അവരെൻ്റെ നെയ്ബേഴ്സാണ്. ഞങ്ങൾക്ക് ജനറേഷൻസ് ആയിട്ട് അവരെ അറിയാം. അവർക്ക് മ്യൂസിയം ഒക്കെ ഉണ്ട്. അവർക്ക് 3 കമ്പനിയുണ്ട്. ആലപ്പി കമ്പനിയുണ്ട്, പിന്നെ വേറെ 1-2 വലിയ കമ്പനി. അപ്പോൾ അതിനകത്തെ ഒരാളെ എനിക്കറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, താൻ എന്തോ ചെയ്തു? ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പം ശരി, അപ്പനെയും അവിടുത്തെ സീനിയറായിട്ടുള്ള അവരെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. ഏതായാലും ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. കയർ കമ്പനി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്യാം. അത് അങ്ങനെ ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പം ഈ ആദ്യത്തെ ദിവസം ഞാൻ ഈ മേശയൊക്കെ ക്ലിയർ ചെയ്തു. അന്ന് നമ്മൾ ഗൾഫിലായതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാം, ഡെസ്ക്ടോപ്പ് ഉണ്ട്. അപ്പം സാധാരണ ടേബിൾ ടോപ്പ് വൃത്തിയാക്കി വെക്കുക, ഡെസ്ക്ടോപ്പ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടുത്തെ ഒരു പ്യൂൺ വന്നിട്ട് ഇതിന് പറയുന്ന ഒരു മുടി കയറെന്നാ പറയുന്നത്, ഇങ്ങനെ സാമ്പിൾ വരുന്നു. അപ്പൊ എൻ്റെ മേശയുടെ മൂലയ്ക്ക് കൊണ്ട് ഐ എം ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, AO എന്ന് പറയുന്ന ഒരു സീനിയർ പൊസിഷൻ. അപ്പം കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഹാളിൽ ഒരു 47 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം പിന്നെ ആലപ്പുഴ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആലപ്പി കമ്പനി. ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ്. നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഓണറൊക്കെ എൻ്റെ വീടിൻ്റെ പുറം. അപ്പം ഞാൻ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ കയറിങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതാരാണ് ഈ കയറ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, എൻ്റെ മേശകളിലല്ല ഇത് വെക്കേണ്ടത്. അപ്പോൾ ബിനു എന്ന് പറയുന്ന അവിടെ 10-25 വർഷമായിട്ടുള്ളൊരു പിയൂണുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ഒച്ചത്തിൽ എല്ലാവരും കേൾക്കി പറഞ്ഞു, സാറേ ഇത് കയറല്ല, ഇത് ചണമാണ്. അപ്പം എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു പിടി വെട്ടി. എടാ, കയറും ചണവുമായിട്ട് ഉള്ള ഡിഫറൻസ് അറിയാൻ വയ്യാത്തവനാണ് കയർ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നത്. ആൻഡ് ഐ വർക്ക് ദെയർ ഫോർ another 10 years. കാരണം ഈ ഓണേഴ്സിനെ അറിയാം. പിന്നെ എങ്ങനെ ഒരു കമ്പനി
കാരണം ഐ വാസ് ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് സം വെരി ഗുഡ് കമ്പനീസ്, ഗുഡ് മാനേജേഴ്സ്. ഐ പിക്ഡ് അപ്പ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഫ്രം ഈ പല പല മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഐ ഹാഡ് എ ഫ്രീ ഹാൻഡ്. സോ അങ്ങനെ വളരെ എന്താ പറയുന്നത്, പ്രിപ്പയർഡ് അല്ലാത്ത അല്ലെങ്കിൽ പഠിച്ച് ഒരു നോളജ് ഇല്ലാത്ത പല പല പണിയും ചെയ്ത് ലൈഫ് വാസ് ഇൻട്രസ്റ്റിംഗ്. വർക്കിംഗ് ലൈഫ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ബീയിങ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അറ്റ് 58 യു ഹാവ് ടു റിട്ടയർ. അപ്പം അങ്ങനെ 58 വന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയത്തില്ല. ഈ അറിയാൻ വയ്യാത്ത സാധനം അറിയാന്ന് പറയുന്ന ഒരു ചെറിയ ഒരു അസുഖമുണ്ട്. അപ്പം അങ്ങനെ അതിനകത്ത് അപ്പോഴാണ് ഈ കേജ്രിവാളും അണ്ണാ ഹസാരയുടെ ഇതൊക്കെ. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ തൂങ്ങി. ഞാൻ കാൻഡിഡേറ്റ് അല്ല, ഞാൻ ആലപ്പുഴയിലെ ആദ്യത്തെ ജില്ലാ പ്രസിഡന്റാണ്. ആം ആദ്മിയുടെ പാർട്ടിയിൽ ഞാനാണ്. ഇവിടെ എന്റെ വണ്ടിയിലകത്ത് കുറച്ചുപേര് എന്റെ റോട്ടറി ഫ്രണ്ട്സ്, എന്റെ മീസോണിക് ലോഡ്ജ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ അങ്ങനെ സാധാരണക്കാരുടെ പാർട്ടിയാണ്. പക്ഷെ ആദ്യത്തെ മീറ്റിങ്ങിന് ആരെങ്കിലും വേണമല്ലോ, ചായ മടിച്ചേരാന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ കുറെ നാള് ഈ 2012 തൊട്ട് 14, 15 വരെ 2 പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. CR നീലകണ്ഠൻ സാറിന്റെ സമയത്ത് പുള്ളിയുടെ സ്റ്റേറ്റ് ടീമിന്റെ ഒരു മെമ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെ, പോക്കറ്റിൽ നിന്ന് കാശ് പോകും, സമയവും വേണം. ഇതിനോട്ട് രാജ്യം നന്നാണ്. കാരണം എന്നെ ഇതിനകത്തോട്ട് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മൾ മലയാളികൾ ഗൾഫിൽ ചെല്ലുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയിട്ടും സിൻസിയറായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് യൂണിയനും മറ്റതും മറിച്ചും കൈക്കൂലി, ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലിയും ഇതല്ലേ. ഡോക്ടർമാരാണേലും സാറുമാരാണേലും എത്ര അപ്പൊ ഇയാളെ കൈക്കൂലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ആണ് ഇത് തുടങ്ങിയത്. അപ്പം ദാറ്റ് വാസ് വെരി അട്രാക്റ്റീവ് ടു മീ. പിന്നെ ലൈക്ക് ഓൾ പോളിറ്റിക്സ്, ഈ when you go deeper into it അതിനകത്ത് വരും. കാരണം സെൽഫിഷ്നെസ് വരും, ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊരു പൊളിറ്റീഷ്യൻ അല്ല. പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ എനിവേ, സിറിയക്ക് സാറ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് person to lead Kerala was Siriyaka സാറ്. ജയലളിത ടൈമിൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു തമിഴ്നാട്ടിൽ. ഈസ് pretty senior man, almost 80 years old, but extremely very sharp, very smart. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സമയം കളയാനായിട്ട് എനിക്കിപ്പം ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഓർഫണേജ് നടത്തുന്നുണ്ട്, ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്നത്. അത് ഈ SOS വില്ലേജിന്റെ മോഡലിൽ ഈ 5-6 വീടുണ്ടാക്കി കൊടുത്തിട്ട് ഓരോ വീട്ടിലും ഒരു അമ്മമാരെ നമ്മൾ പെയ്ഡായിട്ട്, എന്നിട്ട് അവർക്ക് പിള്ളേരെ കൊടുക്കും വളർത്താനായിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്ന ഈ ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ആലപ്പുഴ SL പുരത്തിന് അവിടെ ഒരു 2-3 ഏക്കർ സ്ഥലം മേടിച്ചു അവര് ഇൻവെസ്റ്റ് ചെയ്ത് അവര് മാനേജ് ചെയ്യുന്ന ഒരു ഓർഫനേജ് ആണെന്ന് വേണേൽ പറയാം. അപ്പൊ അതിന്റെ ലോക്കൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കകത്ത് ഞാനുണ്ട്. പിന്നെ അതിനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ബ്രിട്ടീഷുകാര് സ്ഥിരമായിട്ട് ഇവിടെ വരും. അതിലൊരു ഒരു ബ്രിട്ടീഷുകാരൻ അലൻ ബ്രൂക്സ്, പുള്ളി എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ റൂട്ടേറിയൻസ് ആണ്. അങ്ങനെ ഞങ്ങള് ഒരു തുമ്പോളി എന്ന് പറഞ്ഞതിന്റെ ആലപ്പുഴ തുമ്പോളി പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത്
ഒരു വില്ല ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ 5-6 മുറിയും സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പോൾ ഒരു ബീച്ച് റിസോർട്ട് പോലെ ഉണ്ട്. സ്റ്റാഫ് അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അതിൻ്റെ രസം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ഫൂൾസ് പാരഡൈസ്. അതെ, കാരണം ഇയാള് ബ്രിട്ടീഷുകാരനാണ്. പിന്നെ എനിക്ക് പഠിക്കാനുള്ളതെന്ന് ഷേക്സ്പിയറിന്റെ ഒരു പുസ്തകത്തിലെ ഒരു എന്താണ് വാക്കാണ് ഈ ഫൂൾസ് പാരഡൈസ് എന്ന് പറയുന്നത്. അപ്പൊ അയാളോട് പറഞ്ഞപ്പോഴും പുള്ളിക്കും വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് പറഞ്ഞു, സാറേ ഈ ഫൂൾസ് പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫൂൾസിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് രസമുള്ള ഇതുണ്ടായിരുന്നു. ബട്ട് ലക്ലി വി ഹാവ് ഗുഡ് റിവ്യൂസ്. ഈ പ്രാവശ്യം booking.com-ന്റെ ഈ 2025-ലെ മോസ്റ്റ് എന്താ പറയുന്ന ഫേവറേറ്റ് അതിന്റെ അതൊക്കെയുണ്ട്. എത്ര മുറിയാ? 5 rooms. ലോങ്ങർ സ്റ്റേസ് എത്ര ആൾക്കാർ? 3 മാസം താമസിക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഈ ഹോപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒത്തിരി ബ്രിട്ടീഷേഴ്സ് വരുന്നു. മിക്കവാറും പ്രായമുള്ളവരും റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവര് വന്നിട്ട് ലോങ് സ്റ്റേയിങ് ഗസ്റ്റ് ഉണ്ട്. പിന്നെ അവരുടെ ഫ്രണ്ട്സ് വരും. പിന്നെ ഈ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട്. സോ അങ്ങനെ പോകുന്നു. ഈ സമയത്തൊക്കെ സാറിന്റെ ഫാമിലി കൂടെ തന്നെ ഉണ്ടായിരുന്നു അതോ അവരോട്? ഇല്ല, ഈ റിഗില് അവര് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അബുദാബി ആ സമയത്ത് പിന്നെ ഫാമിലി ഇന്ത്യ വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. സോ താങ്ക് യു സാർ. ഞാൻ ആലപ്പുഴ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അടുത്ത തവണ സാറിന്റെ റിസോർട്ട് ഫൂൾസ് പാരഡൈസ് ഫൂൾസിനുള്ളതാണോ എന്ന് ഞാനൊന്ന്. അതെ, കം ആൻഡ് മീറ്റ് ദ ഫൂൾസ്. ഞങ്ങളാണ് ഫൂൾസ്. ഓക്കെ, താങ്ക് യു. ലെറ്റ് us see sir. Okay, we'll come next time. Thank you very much. സാറിന്റെ പേര് ഒന്നുകൂടെ പറയാമോ? എന്റെ പേര് അശോക് ജോർജ്. ഫൂൾസ് പാരഡൈസ് ആലപ്പുഴ തുമ്പോളി. ഓക്കെ, താങ്ക് യു. സാറിന്റെ ടെലിഫോൺ നമ്പർ ഒന്ന് ഡിക്ലെയർ ചെയ്യാം. 94 95 330 540. താങ്ക് യു സോ മച്ച് സാർ. വിൽ സീ യു. താങ്ക് യു. ഫോട്ടോ ഞാൻ കഴിച്ചില്ല. ഓക്കെ, സോറി. ഫണ്ണി പാട്ടെല്ലാം കഴിഞ്ഞല്ലേ? ഞാൻ എടുത്തോളാം സാറേ, നോ പ്രോബ്ലം. ഇതൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നായിട്ട് വേണ്ട, അതുകൂടെ അതാ അതിന്റെ കോമ്പിനേഷൻ. സ്പീഡുകാർക്ക് അത് മതി. അവോക്കാഡോ റൂമിൽ പോയിരിക്കാം.